കൊടൈക്കനാൽ ഡേ 2 നമ്മൾ എവിടേക്കാണ് പോയെന്നാണ് ഈ വീഡിയോയിൽ. അപ്പം നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഒരു 8 മണിയായപ്പോൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലെ. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡേ 2 എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ യാത്ര തിരിച്ചു. പോയിട്ട് നമ്മള് സുഭാഷിനെ പോലെ നമ്മള് വിളിപ്പിക്കും. എന്ത് കാര്യം പറഞ്ഞു? ഞാൻ മൊത്തം കേട്ടില്ല, ലാസ്റ്റ് മാത്രമേ കേട്ടുള്ളൂ. കാര്യത്തിൽ ഇറങ്ങുന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ കുഴപ്പമില്ല, ചിലപ്പോ മോശപ്പെട്ട ആവാറുണ്ട്. സെറ്റാണ് സാർ, വൈബാണ്. നമ്മൾ ആദ്യം സൂസൈഡ് പോയിട്ടുണ്ട്. രണ്ടോ നേരം അവനെ കൊല്ലായി. ആദ്യം അങ്ങനെ സെക്കൻഡ് ഡേ ഫസ്റ്റ് നമ്മൾ പോകുന്നത് സൂസൈഡ് പോയിന്റിലോട്ടാണ്. അപ്പം കഴിഞ്ഞ ഫസ്റ്റ് ഡേ ഭയങ്കര മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഡേ ഞങ്ങൾക്ക് തന്നെ അതിശയം തോന്നി. നമ്മുടെ കേരളത്തിലെ പോലെ വെയിലായിരുന്നു, പക്ഷേ ഒരു തണുപ്പുണ്ട് അവിടെ. അതായത് വെയിലിന് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് അകത്തോട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ സൂസൈഡ് പോയിന്റിലേക്ക് നടക്കുകയാണ്. അപ്പോൾ കയറിയപ്പോൾ തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ മാമൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സൂസൈഡ് പോയിന്റിലോട്ട് പോകുന്ന സ്ഥലത്ത് നിന്നും ചോക്ലേറ്റ്സ് മേടിക്കരുത്. അപ്പം നമ്മൾ ചോക്ലേറ്റ്സ് മേടിച്ചത് വേറൊരു സ്ഥലത്തു നിന്നായിരുന്നു. അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ തന്നെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിച്ചത്. പക്ഷേ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വീറ്റ്സ് ആയാലും കോഫി പൗഡേഴ്സ്, ടീ പൗഡേഴ്സ്, പിന്നെ ചോക്ലേറ്റ്സ് തന്നെ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ്. പിന്നെ വീട്ടിലേക്ക് ഞാൻ സബർ ജെല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പീച്ചും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ തിരക്കില്ലായിരുന്നു, എന്നാലും തിരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂസൈഡ് പോയിന്റിലെത്തി. എന്നാ ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ മേളിലൊക്കെ കയറി നിന്ന് ഫോട്ടോസ്. സത്യം പറഞ്ഞാൽ അവിടെ തന്നെ നിന്ന് കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സൂയിസൈഡ് പോയിന്റിൻ്റെ അവിടെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആ ഗ്രില്ലിൻ്റെ മേളിൽ കയറിയിട്ട് എനിക്ക് ഈ വ്യൂ എല്ലാം കവർ ചെയ്ത് തന്നു. സത്യത്തിൽ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും കൊടൈക്കനാൽ വരും. അത്രയ്ക്ക് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ സൂസൈഡ് പോയിന്റിലോട്ട് വന്നപ്പോൾ അവിടുത്തെ ഷോപ്സ് ഒന്നും അധികം എക്സ്പ്ലോർ ചെയ്യാതെ നേരെ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയ സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ഈ കണ്ണാടിയൊക്കെ കാണുമ്പോൾ ക്രേസ് ആണല്ലോ. അങ്ങനെ കണ്ണാടിയൊക്കെ ഞാൻ ചുമ്മാ വാങ്ങി. 100 രൂപയുള്ളൂ കണ്ണാടിക്ക്. അവിടെ നമ്മൾ കുറേ ഫ്രൂട്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സബർ ജെല്ലിയൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ ചോക്ലേറ്റ് കടയിൽ നമ്മൾ വന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ നട്ട്സ് മിക്സ് ചെയ്ത ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത ചോക്ലേറ്റ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു.
ഇപ്പൊ കാണുന്ന കാഴ്ച മഹേഷ് സാർ വിലപേശുവാണ്. കണ്ടോ, വിലപേശ മഹേഷ് സാറിന് കഴിക്കുക ഈ പാലിന്റെ ആരും ഉള്ളൂ. മിക്സിംഗ് ഇവിടെ ഇല്ല, ഇവിടെ മിക്സിംഗ് ഇല്ല. മഹേഷ് സാർ എങ്ങനെയുണ്ട്? ഗംഭീരായിരിക്കും അല്ലേ? ഓക്കെ, നിങ്ങൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ രമ്യ, രമ്യ എങ്ങനെയുണ്ട്? എന്താണ് അമലിന്റെ അഭിപ്രായം? ഇങ്ങോട്ടാണ്, അങ്ങോട്ടില്ലേ? പറ, ഇന്ന് ഇറക്കടാ. പറ. ഇതുപോലെ എൻജോയ് ചെയ്ത് വരണമെങ്കിൽ നമ്മുടെ ഫാമിലിന്റെ കൂടെ തന്നെ വരണം, വന്ന ആൾക്കാരുടെ കൂടെ തന്നെ കൂടുതൽ വരണം. പിന്നെ കൂടുതലും എൻജോയ്മെന്റ് ആണ്. ഡാൻസ് ആയിരുന്നു, DJ ആയിരുന്നു, എല്ലാം കിട്ടുന്ന വൈബായിരുന്നു. വരുന്നെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ പല്ലൊക്കെ തേച്ച് ചേട്ടാ, പേസ്റ്റ് ചേട്ടനിൽ എനിക്ക് കൊണ്ടുവന്നേ. പിന്നെ ചില്ലാണോ? ഞാനും എന്റെ കുടുംബം. ഞാൻ ഈ ഫോണിന്റെ ഓണർ വന്നാൽ ഞാൻ കൊടുക്കുവാണ്. അപ്പൊ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത പ്ലേസിലോട്ട് പോവാണ്. അത് പില്ലർ റോക്ക് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. പോയ വഴിക്ക് തന്നെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചെല്ലുന്ന പ്ലേസസിലെല്ലാം സെയിം സാധനങ്ങളാണ് വിൽക്കാനൊക്കെ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് യൂക്കാലിയുടെ എണ്ണയൊക്കെ വേണമായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പം പില്ലർ റോക്ക് ഇതാണെന്ന് തോന്നുന്നു, ഈ കാണുന്നതാണെന്ന് തോന്നുന്നു പില്ലർ റോക്ക് എന്ന് പേര് വന്നത്. അവിടെ 3 ആനകൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലായിടത്തു നിന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പീനട്ടുകൾ പുഴുങ്ങിയത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചന്ന മസാല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ മേടിച്ച് എല്ലാവരും ഇവിടെയൊക്കെ ആയിട്ടിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് വളരെ ഒരു ഫൺ ടൈമായിരുന്നു. നമ്മളിതെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് ഗുണ കേവിലോട്ടാണ്. ഗുണ കേവിലിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഊട്ടി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിയിരുന്നു. ഒരു ബഞ്ചിന് 100 രൂപയായിരുന്നു. കൊടൈക്കനാലിൽ പോകുന്നതുകൊണ്ട് എന്തായാലും ഫ്ലവേഴ്സ് വാങ്ങണമെന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗുണ കേവിലോട്ട് പോയി. ആ മൂവി കണ്ടതിന് ശേഷം പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഗുണ കേവിൽ പോകാൻ. ചെന്നപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. നമ്മൾ കൊടൈക്കനാലിൽ പോയ പ്ലേസസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗുണ കേവിൻ്റെ അവിടുത്തെ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. നമുക്കങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ആ റൂട്ട്സിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ടും നല്ല തിരക്കുകളായിരുന്നു. ആൾക്കാർ മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ഫോട്ടോ എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഗുണ കേവ് കണ്ടു. അവിടെയെല്ലാം നമുക്ക് ആ ഒരു കേവിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ പോലെ എല്ലായിടത്തും ഈ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഗേറ്റിൻ്റെ അകത്തൂടെ നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നോക്കി. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ മലയണ്ണാനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ കേവിന് പുറത്തിറങ്ങി നമ്മൾ പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന്. പിന്നെ അടുത്ത് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. അവിടെയും ഗുണ കേവിനെക്കാട്ടിലും തിരക്കായിരുന്നു. അവിടെ പോയി നമ്മൾ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഫോൺ ഉള്ളതുകൊണ്ട് നമ്മളധികം അവരെ കൊണ്ടൊന്നും ഫോട്ടോസ് എടുപ്പിച്ചില്ല. നമ്മൾ തന്നെ കുറേ ട്രൈപോഡൊക്കെ വെച്ചിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ചുറ്റും ആൾക്കാരായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ കുറവുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തത് നമ്മൾ വന്നേക്കുന്നത് മോയർ പോയിന്റിലോട്ടാണ്. അവിടെയും ഒരു വ്യൂ പോയിന്റ് ആണത്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്കൊരു 5-10 മിനിറ്റ്സേ ഉള്ളായിരുന്നു മൊത്തത്തിൽ അവിടെ സ്പെൻഡ്. അപ്പം നമ്മൾ ഓടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ടെറാക്കോട്ടയുടെ സാധനങ്ങൾ വിൽക്കുന്നൊരു കട കണ്ടു. അപ്പോൾ എനിക്ക് ഈ ഇയറിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കേരളത്തിൽ ഭയങ്കര റേറ്റ്സ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ചോദിക്കാമെന്ന് വെച്ചു. അപ്പം 100 രൂപയൊക്കെ ഉള്ളായിരുന്നു ഓരോ കമ്മലിന്. അങ്ങനെ ഞാൻ കുറച്ച് കമ്മലൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് നടന്നു. ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു.
നമ്മുടെ കൂടെ വന്നവരൊക്കെ ഉണ്ടോ ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു നടക്കുന്നതിന്. നമ്മളങ്ങനെ ഒറ്റയ്ക്കായി പോയാലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓടി പോവാണ്. ഓടി നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോയി. അവിടെയും നല്ല ഭംഗിയായിരുന്നു. ഭയങ്കര എത്ര ഹൈറ്റിലാണ് കൊടൈക്കനാലെന്ന് എനിക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇതായിരുന്നെന്ന് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെയും കറങ്ങി നടന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി മെസ്സിലോട്ട് പോവുമായിരുന്നു. പിന്നെ നമുക്ക് 3 തൊട്ട് ഒരു 5:30 വരെയായിരുന്നു നമുക്ക് ലേക്കിൻ്റെ അവിടെ പർച്ചേസിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. കൊടൈക്കനാൽ ലേക്കിലേക്ക് പോവാണ്. ലേക്കിലേക്ക് പോകുന്നു. അയ്യോ, അങ്ങനെ ലേക്കിലേക്ക് നമ്മൾ നടക്കുവാണ്. നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അപ്പം അവിടുത്തെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ അത്തിപ്പഴം ഉണ്ടല്ലോ, അത് നമുക്ക് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സൊറ പറഞ്ഞിങ്ങനെ നടക്കുവാണ്. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയി സൈക്ലിംഗ് ചെയ്യണമെന്ന്. നമുക്ക് ഡബിൾസ് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാച്ചിലായിരുന്നു ഞങ്ങൾ ഓടിയത്. അപ്പം കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. ഒരാവേശത്തിൽ നടക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ കുറച്ച് നടന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പണി കിട്ടി. പണിയെന്ന് പറഞ്ഞാൽ വലിയൊരു പണിയായിരുന്നു കിട്ടാൻ പോകുന്നത്. അത് ഞാൻ വീഡിയോയിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാൻ തുടങ്ങി ലേക്കിൻ്റെയൊക്കെ കുറേ വ്യൂസൊക്കെ എടുത്തു. അതിനകത്ത് ബോട്ടിങ്, പല പല സ്പോർട്സിലായിട്ട് ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബോട്ടിങ്ങിന് പോകാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. എന്തോ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് സൈക്ലിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ പോകുന്ന വഴിക്കെല്ലാം നമ്മൾ കടകൾ കാണാൻ തുടങ്ങി. കടകൾ നമ്മൾ ആദ്യമൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു കടയൊന്നും ഇല്ലേന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കൺട്രോൾ പോയി. കുറേ കടകൾ, വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെ കൈ ധരിക്കുന്നുണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടുകാർക്കൊക്കെ നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബാഗ്, പിന്നെ കമ്മൽ, പിന്നെന്തായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. പിന്നെ നമുക്ക് ഓക്സിഡൈസ്ഡ് സിൽവറിൻ്റെ കമ്മലുകൾ, മാലകൾ, അതൊക്കെ അവിടെ ലാഭമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ മേടിച്ചു. പിന്നെ എൻ്റെ ചെറുക്കെന്താ എനിക്ക് പാവ കിട്ടാൻ വേണ്ടിയിട്ട് ബലൂൺ പൊട്ടിച്ചു. പക്ഷേ കിട്ടിയില്ല. 5 എണ്ണത്തിൽ 4 ബലൂൺ നമ്മൾ പൊട്ടി. ബാക്കി നമ്മളെ പറ്റിച്ചാന്ന് തോന്നുന്നു അവൻ. നമ്മുടെ 100 രൂപയും പോയി. എന്നാലും എൻ്റെ ചെറുക്കൻ ട്രൈ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ സൈക്ലിംഗ്, 2 പേരുടെ സൈക്ലിംഗ് എടുത്തിട്ട് ഒറ്റയ്ക്ക് താണ്ട് പോവുകയാണ്. ഞാൻ നടക്കുമായിരുന്നു പുറവെ. കാവലാളെ പോലെ ഞാൻ പുറവെ നടക്കുമായിരുന്നു. പിന്നെ നമുക്ക് കുറേ ടൈപ്പ് സ്വെറ്റേഴ്സ്, ബ്ലാങ്കറ്റ്സ് ഒക്കെ നമ്മൾ പോകുന്ന വഴിക്കുണ്ടായിരുന്നു. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. ഇനിയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങി. ഗൈസ് നോക്കൂ ഗൈസ്, നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടൈക്കനാലില് ലേക്കില്? സൈക്കിൾ ചെയ്തു, ഒരു 100 മീറ്റർ. അതെ, 100 മീറ്റർ സൈക്കിൾ ചെയ്തു. പിന്നെ തളർന്നു പോയി. പിന്നെ നമ്മള് ഷോപ്പിംഗ് ചെയ്തു. പിന്നെ നമ്മള് വർക്കി മേടിച്ചു. കൂട്ടി വർക്കി കൊടൈക്കനാലിൽ വന്ന് മേടിച്ചു. പിന്നെ എന്തുവാ നമ്മള് ആസ്വദിച്ചു. ഓക്കെ, അതെ, വെടി വെച്ചിട്ടൊന്നും കിട്ടിയില്ല. 200 റുപ്പീസ് പോയി. അവര് നമ്മളെ പറ്റിച്ചതാ. 5 എണ്ണത്തിൽ 4 എണ്ണം പൊട്ടി. 3-ാമത്തേത് അവൻ നമ്മളെ പറ്റിച്ചു. അതെ, ആദ്യമേ സൈക്കിള് ചെയ്ത് പോവാന്ന് പറഞ്ഞതാണ്. സൈക്കിൾ കാറ്റില്ലായിരുന്നു. കാറ്റില്ലാത്തല്ല, ഓവർ വെയിറ്റ് ഇട്ട് നീങ്ങുന്നില്ലായിരുന്നു. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ കൊടൈക്കനാലാണ്. ചിഞ്ചുവിന് ഭയങ്കരമായിട്ടുള്ള പേടിയായിരുന്നു. ബോട്ടിനകത്ത് വെളിയായിരുന്നു വെള്ളം, പക്ഷെ അകത്തും വെള്ളമായി. ഇപ്പൊ എങ്ങനെ അറിയില്ല. അതെങ്ങനെയല്ല ഇല്ല. പിന്നെ സൂച കയറിയപ്പോഴത്തേക്ക് തുടരുന്ന ആള് പറഞ്ഞ് ബോട്ട് മറിയാൻ സാധ്യതയുണ്ട്, അതൊന്ന് അടുക്കിരിക്കാൻ പറഞ്ഞ് പിന്നെ പിടിച്ച് അടുക്കിരുത്തി. പിന്നെ രമ്യ കുഴപ്പമില്ല. രമ്യ അണ്ണനകരി അണ്ണാച്ചി വിളിച്ച് ഫുൾ വൈബായിരുന്നു. പക്ഷെ
രണ്ടു പ്രാവശ്യം വെള്ളം ചരിച്ചപ്പോഴത്തേക്ക് 2 വിളി വിളിച്ചായിരുന്നു. അമ്മേ ഭഗവതി, നാരായണ ഭഗവതി എന്ന് വിളിച്ചായിരുന്നു. പിന്നെ ഗായത്രിക്ക് പോട്ടിക്കുള്ള അവസരം കിട്ടിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും ലേറ്റായി പോയി. പിന്നെ ബോയ്ക്ക് വാഷ്റൂമിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം, ബസ് തിരിക്കുന്ന സമയം 6 മണിയായിരുന്നു. അപ്പോൾ 6 മണിയാകുമ്പം 5:30-6 മണിക്കുള്ളിൽ നമ്മളടുത്ത് എത്താനായിരുന്നു പറഞ്ഞത്. പക്ഷെ നമുക്ക് എവിടെയോ വെച്ചിട്ട് വഴി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, ഓറിയൻറ്റേഷൻ പോയി. അപ്പം നമ്മളൊരു എക്സ്ട്രാ 12 കിലോമീറ്റർ ചുറ്റിയാണ് നമ്മൾ ബസ് കിടക്കുന്നിടത്തോട്ട് എത്തിയത്. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡെന്നൊക്കെ വെച്ചാൽ ഈ നമ്മുടെ ലേക്കിന് ചുറ്റും 2 വട്ടം കറങ്ങുന്ന സമയം നമ്മൾ നടന്നു തീർത്തു. ഏതൊക്കെയോ വഴി കൂടെ പോയി. അങ്ങനെ നമ്മൾ ബസ്സിലെത്തി. ബസ് 6:45 ആയപ്പോഴത്തേക്കാണ് തിരിച്ച് നമുക്കൊരു 9 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഹൈ റേഞ്ചൊക്കെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലെത്തി. നമ്മൾ കൊടൈക്കനാലിലേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് പട്ടിക്കുട്ടന്മാരെ നമ്മൾ ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായപ്പോഴത്തേക്കും നമ്മുടെ വിപിൻ ബ്രോ സെറ്റായിരുന്നു. പിന്നെ വൈബായിരുന്നു ഫുള്ള്. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. നമ്മൾ വെളുപ്പിനെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗിൽ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.